വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കടുത്ത നടപടിക്ക് കേന്ദ്ര സർക്കാർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ചേക്കുമെന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ലഭ്യമാവുന്നത്. ബി ബാലഗോപാൽ വിശദാംശങ്ങൾ നൽകും. ബാലു, കേന്ദ്ര നീക്കം എങ്ങനെയാണ്? ഈ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന സമയത്തായിരുന്നു ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കത്തിയ നിലയിൽ കണ്ടെത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു ആഭ്യന്തര അന്വേഷണ സമിതി അന്വേഷിക്കുകയും തുടർന്ന് ജസ്റ്റിസ് വർമ്മയ്ക്ക് കുറ്റക്കാരനാണെന്ന റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിരുന്നു. ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്ന ഈ റിപ്പോർട്ട് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കൈമാറുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടിക്ക് ഒരുങ്ങുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മ കുറ്റക്കാരനാണെന്ന് സുപ്രീം കോടതിയുടെ തന്നെ ആഭ്യന്തര അന്വേഷണ സമിതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജസ്റ്റിസ് വർമ്മയോട് നേരത്തെ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്ന വിശദീകരണം തേടിയിരുന്നുവെങ്കിലും താൻ കുറ്റക്കാരനല്ല എന്ന നിലപാടിൽ ജസ്റ്റിസ് വർമ്മ ഉറച്ചു നിൽക്കുകയുമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഈ ജസ്റ്റിസ് വർമ്മ തന്റെ മുൻ നിലപാടിൽ നിന്ന് മാറ്റം വരുത്താത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് കടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഈ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതിനു മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരുമായി സർക്കാർ ഈ ഇംപീച്ച്മെന്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ച നടത്തിയേക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ വർമ്മയ്ക്കെതിരെ കടുത്ത നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്. നിലവിൽ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് ജസ്റ്റിസ് വർമ്മ. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ജുഡീഷ്യൽ ഈ ചുമതലകളോ ഉത്തരവാദിത്തങ്ങളോ ഒന്നും തന്നെ നൽകരുതെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പദവികളില്ലാതെ അല്ലെങ്കിൽ ജുഡീഷ്യൽ ചുമതലകൾ വഹിക്കാതെ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായി തുടരുകയാണ്.